ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് രാവിലെ ദോശയാണ്, പിന്നെ ബ്രൂ കോഫി, പിന്നെ നമുക്ക് വെള്ളച്ചമ്മന്തി. തേങ്ങ ചിരണ്ടാനിരിക്കുന്നു. ചമ്മന്തിക്കുള്ള കടുക് താളിക്കും. വെള്ളച്ചമ്മന്തി, ദോശ, നെയ്യ് തൂത്ത് നല്ല സൂപ്പർ അടിപൊളി ദോശ. വെള്ളച്ചമ്മന്തി റെഡിയായി, ദോശയെ റെഡിയാവുന്നു. പിന്നെ സാമ്പാർ, ഉച്ചക്കലത്തേക്കുള്ള സാമ്പാറിന് പരിപ്പ് ഞാൻ അടുപ്പത്ത് വെച്ചായിരുന്നു. ചെരുവത്തി വേവിച്ചു, കുക്കറി വേവിച്ചില്ല. കുക്കറിലാണ് ഞാനിപ്പോൾ ചോറ് വെക്കുന്നതേ. ഉച്ചക്കലത്തേക്ക് മാത്രം മതിയല്ല, മുക്കാൽ നാഴിയിട്ട് കുക്കറി വെക്കും. അത് ചിലപ്പം വൈകിട്ടും കൂടെ കുറച്ച് ഇരിക്കും. അത് ഞാൻ പക്ഷേ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. പിറ്റേ ദിവസത്തേന് അത് തിളപ്പിക്കും. കാരണം ഞാനും ആരണം ഉച്ചയ്ക്ക് കഴിക്കുന്ന പോലെ ഇരിക്കും. പരിപ്പ് വെന്തപ്പം കഷ്ണമൊക്കെ, ഇന്ന് ഞാൻ കിഴങ്ങിട്ടില്ല. അതിന് പകരം കുറച്ച് മത്തങ്ങ, ഒരു ഏത്തയ്ക്ക, പച്ച ഏത്തയ്ക്കയുടെ ഒരു 1/4 ഭാഗം, പിന്നെ ചേനയുടെ അറ്റത്തുനിന്നൊരു 3 ഇഞ്ച് നീളത്തിലൊരു കുഞ്ഞി കഷ്ണം. അടിപൊളി സാമ്പാറായിരുന്നു, നല്ല കായവും. അതുകൊണ്ട് ആരൻ പറഞ്ഞു എളുപ്പ ചോറെടുക്കണം. ഉച്ചയായപ്പോഴത്തേക്കും പറയുക എളുപ്പ ചോറെടുക്കണം, സാമ്പാറിൻ്റെ ഭയങ്കര മണം മുറിയിലെല്ലാം. മീൻ വറുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞു വറുത്തിട്ട് തരാമെന്ന്. നമുക്ക് സാമ്പാർ പൊടിയല്ല ഉപയോഗിക്കുന്നത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണും, പിന്നെ ഇച്ചിരി കായപ്പൊടിയും കൂടെ കലക്കി അങ്ങോട്ട് ഒഴുക്കി കഷ്ണം വേകുന്ന സമയത്ത്. എന്നിട്ട് ലാസ്റ്റ് കടുക് താളിക്കും. അങ്ങനെ വാളംപുളി പിഴിയും, തക്കാളി ഇടുവേ 2 കുഞ്ഞത്, വാളംപുളിയും പിഴിയും. കായം നല്ല, അപ്പം നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്. എനിക്കിങ്ങനെ വെള്ളം പോലെ ഇരിക്കണം, വെന്തിട്ടില്ല, വേകണം. ലാസ്റ്റ് കടുകൊക്കെ താളിക്കണം. ഞാൻ സവാള ഇടും കേട്ടോ കഷ്ണത്തിൻ്റെ കൂടെ. അത് അവിയലിനും ഇടും, എനിക്കിഷ്ടമാണ് നീളത്തിലരിഞ്ഞ്. ഇത് ബീട്രൂട്ട് തോരൻ വെക്കാൻ. ഇത് നമുക്ക് വറ്റമീൻ വറുത്തതും ബീട്രൂട്ട് തോരനും സാമ്പാറും. ആരൻ ചോദിക്കുക പപ്പടം എന്ത് ചെയ്യും? ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. 2 പപ്പടം എന്ന് ഉച്ചയ്ക്ക് വറുത്ത് കൊടുക്കുന്ന. 50 പപ്പടം തീർന്നു. 50 പപ്പടം ഇനി ഇരിപ്പുണ്ട്, ഇനി അത് എടുക്കണം. അത് സാമ്പാറിനായിരുന്നു ആദ്യം കടുക് താളിച്ചത്. ഇതിപ്പം രണ്ടാമത് ആ പാത്രത്തിൽ ഞാൻ ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ടിടുക. ഇന്ന് ഉച്ചയ്ക്ക് അടിപൊളിയായിരുന്നു ഊണ്. സാമ്പാറൊക്കെ നല്ല വെള്ളം പോലത്തെ സാമ്പാർ, ബീട്രൂട്ട് തോരൻ, വറ്റമീൻ വറുത്തത്, പിന്നെ നമുക്ക് വൈകിട്ടത്തേക്ക് കപ്പ വേവിച്ചത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ, അങ്ങനെ 3 കിലോ കപ്പയും തീർന്നു. 4-5 പ്രാവശ്യമായിട്ട് കുറേശ്ശെ വേവിച്ച്. മീൻ കറി ചൂടാക്കിയതും ഉണ്ടായിരുന്നു. മിനിങ്ങാന്ന് വെച്ച വറ്റക്കറി.